ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ്. കുറേ ദിവസമായി ഞാൻ നെട്ടൂർ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഉറങ്ങിക്കിടന്ന പിള്ളേരെയൊക്കെ എടുത്ത് വേഗം വണ്ടിയിലിട്ടു. അങ്ങനെ നേരെ നമ്മുടെ നെട്ടൂരേക്ക് യാത്ര ചെയ്യുകയാണ് കേട്ടോ. രാവിലെ 7 മണിക്ക് ഇറങ്ങണം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 8:30 ആയിട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ അനിയത്തിയും അവളുടെ കുഞ്ഞും നെട്ടൂർ വീട്ടിലുണ്ട്. അപ്പോൾ കുറേ ദിവസമായി അവൾ എന്നെ വിളിക്കുന്നു, വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൾ വിളിക്കുമ്പോഴൊന്നും എനിക്ക് സാധാരണ പോകാനും നിൽക്കാനും ഒന്നും പറ്റാറില്ല. പക്ഷെ ഇന്ന് എന്തോ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ നെട്ടൂരോട്ട് പോയിട്ടോ. എന്താണെന്നറിയില്ല, നെട്ടൂർ എത്താറാവുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ ജനിച്ചു വളർന്ന നാടല്ലേ, അതാവും അല്ലേ. നമ്മൾ പോയിരുന്ന പള്ളി, നടന്ന റോഡ്, സ്കൂള്, ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. തിരിച്ചു പോരുമ്പോൾ അതിലേറെ സങ്കടവും. എത്ര ഉറക്കത്തിലാണെങ്കിലും കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് അപ്പൂസ് ആർക്കും വിട്ടുകൊടുക്കില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ റോട്ടിൽ കൂടി പോകുന്ന വണ്ടികൾ അതേത് മോഡലാണ്, അതിൻ്റെ എൻജിൻ എങ്ങനത്തെയാണ്, ഇതൊക്കെ ഫ്രണ്ടിലിരുന്ന് തന്നെ അവന് കാണണം. പിന്നെ അവൻ്റെ ഡാഡി വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ അവനും കൈയൊക്കെ കൊണ്ട് ഓരോ ആക്ഷൻസൊക്കെ കാണിക്കുവേ. അതൊന്നും ബാക്കിലിരുന്നാൽ പറ്റില്ലെന്നാണ് അവൻ പറയണത്. പിന്നെ വേറൊരു അഭിപ്രായമുണ്ട്, ഗേൾസൊക്കെ ബാക്ക് സീറ്റിലും ബോയ്സൊക്കെ ഫ്രണ്ട് സീറ്റിലും ഇരിക്കണമെന്നാണ് അവൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഞാൻ വീട്ടിൽ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ അമ്മച്ചി എന്നോട് ചോദിക്കും കേട്ടോ, എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന്. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് പറഞ്ഞാൽ അതുണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി, സാമ്പാർ, തക്കാളി ചട്നി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചേ. അപ്പോൾ അതുപോലെ അപ്പൂസും അയിനൂസും ഇതാ കഴിക്കുന്നുണ്ട്. അപ്പോൾ അയിനൂന് കുഞ്ഞു ദോശ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവരും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ ഞങ്ങളെയൊക്കെ ആക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും അയിനും കൂടി അടുത്തുള്ള കടയിലൊന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നാണ് കേട്ടോ പോയത്. അപ്പോൾ ഒരുപാട് നാളായി ഈ വഴിയിലൂടെയൊക്കെ നടന്നൊക്കെ പോയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം ദാ പോയി ദേവന്നു എന്ന് പറയുന്ന പോലെയാണ്. എന്നുവെച്ചാൽ അയൽവക്കത്തുള്ളവരൊക്കെ എപ്പോഴും പറയും അനു വരലും പോകലും ഒക്കെ ഒരുമിച്ചാണെന്ന്. കാരണം വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പോലും നേരമില്ലാതെ വേഗം പോകലാണ് കേട്ടോ. അപ്പോൾ അതാ കടയിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതാ അപ്പൂനും അയിനൂനും അനിയത്തിക്കും ബാവക്കൊക്കെ കുൽഫി വാങ്ങി. പിന്നെ അതാ അതുപോലെ സ്നാക്സ് വാങ്ങി കേട്ടോ. അപ്പോൾ ഈ സ്നാക്സാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ, ചായയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്തിരിയും ഉണ്ടംപൊരിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ് 11 മണിക്കത്തെ. അപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം, നമ്മുടെ ഈ പൊരിച്ച പത്തിരിയില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മച്ചി ചോറെടുത്തിട്ടോ. അപ്പോൾ ചോറിന് ഇന്ന് അവിയൽ, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ പോട്ടിക്കറി, ഫിഷ് കറി ഇതൊക്കെ ഉണ്ടായിരുന്നേ. പോട്ടിക്കറിയാണ് എൻ്റെ ഫേവറേറ്റ്, അതുകൊണ്ട് ഞാൻ ഫിഷ് കറിയുടെ ഗ്രേവി എഴുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വരണോണ്ടിട്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ് ഈ വലിയ ചെമ്മീൻ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ചെമ്മീൻ്റെ കറിയല്ല, ഒരു റോസ്റ്റ് ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി എന്തൊരു ടേസ്റ്റായിരുന്നെന്ന് അറിയോ, ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ചോറും കറികളൊക്കെ കൂട്ടിയിട്ട് വയറ് നിറച്ചുകൊണ്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. നമ്മളെപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോഴും അതൊരു മടുപ്പായിട്ട് തോന്നും. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മമാരുടെയൊക്കെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു താമരക്കുളം വീട്ടിലൊന്ന് സെറ്റ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു താമരയുടെ സെയിൽ ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടെന്ന് അനിയത്തി പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താമര വാങ്ങാനായിട്ട് ഞാനും അനിയത്തിയും അവളുടെ കൊച്ചും കൂടി പോവാണ്. ഇവിടെ അടുത്താണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ പോയ വഴി കൂടിയൊക്കെ തന്നെ വർത്താനൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇതാണ് ആ താമരയൊക്കെ സെയിൽ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വന്ന സമയം ഇച്ചിരി വൈകിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ച സമയത്ത് വന്നാലേ പൂക്കളൊക്കെ നന്നായിട്ട് വിടർന്നിരിക്കുന്നത് കാണാൻ പറ്റുമെന്നാണ് ആ ചേച്ചി പറഞ്ഞത് കേട്ടോ. പക്ഷേ കുറേ ടൈപ്പ് പൂക്കളുണ്ട്, പക്ഷെ എല്ലാം ഇങ്ങനെ ചുരുങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഒരു സമയമായിപ്പോയി. അപ്പോൾ ആ ചേച്ചി തന്നെ ഇങ്ങനെ താമരയുടെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താമരപ്പൂക്കളൊക്കെ ഇങ്ങനെ വിടർത്തി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 750 രൂപയുടെ അടുത്തായിട്ടുണ്ട് താമര വാങ്ങിയപ്പോൾ കേട്ടോ. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു പിങ്ക് കളർ, ഇച്ചിരി ഡാർക്ക് പിങ്ക് കളറാണ് വാങ്ങിയത്. അപ്പോൾ ആ ചേച്ചി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ കൂടി ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ആ പോണ്ടിൽ കുറേ ഇങ്ങനെ കൊതുകിൻ്റെ ചെറിയ ചെറിയ കൂത്താടികളുണ്ടല്ലോ, അതൊക്കെ വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ പോണ്ടിൽ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ താമരപ്പൂക്കളൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഇവളിതിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അപ്പോൾ ഇത് താമരയുടെ സീഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2-3 സീഡ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിങ്ങനെ നമുക്ക് മുളച്ച് വരുമ്പോൾ അത് കാണാമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ താമരേനെ കുറിച്ച് അതെങ്ങനെയാണത് നടുന്നതെന്നോ വളർത്തുന്നതെന്നോ അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം, അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിയതാണ്. ഇനി വീട്ടിൽ വെച്ച് സെറ്റ് ചെയ്തൊക്കെ നോക്കണം അതെങ്ങനെയാണ്. ഇതൊരു ആമ്പലാണ്. അപ്പോൾ ആമ്പലും ഉണ്ട് താമരയുണ്ട്, 2 ടൈപ്പ് ഇതുകൊണ്ട് പല കളറും പല വെറൈറ്റീസും ആയിട്ടുള്ള താമരയും ആമ്പലും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ചേച്ചി തന്നെ ഒറ്റയ്ക്കാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സെയിലുള്ള സ്ഥലമാണ്, വലിയ റേറ്റും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ താമര വാങ്ങി അതിൻ്റെ ക്യാഷൊക്കെ കൊടുത്തിട്ട് പോന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്നില്ല, കാരണം നമുക്ക് അത് പൊക്കിക്കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പോൾ വൈകിട്ട് ചെന്നിട്ട് ചേട്ടനായിട്ട് പോകുമ്പോൾ അങ്ങനെ എടുത്തിട്ട് പോകണം. അപ്പോൾ വൈകിട്ട് ചേട്ടൻ വന്നപ്പോഴത്തേക്കും സമൂസ, ഉഴുന്നുവട, ഐസ്ക്രീം, 5 സ്റ്റാറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അതെല്ലാം കഴിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മച്ചി ഇതാ ചായയും ഇടുന്നുണ്ട്. അങ്ങനെ ചായയും ഈ സ്നാക്സും എല്ലാം കൂടിയിട്ട് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നമുക്കെന്താ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കിതെല്ലാം പിന്നെയും ഇങ്ങനെ ഓർമ്മ വരും. ഇന്നലെ മതിയായിരുന്നു, ഇന്നലെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ മെമ്മറീസ് വരുമ്പോൾ അങ്ങനെ തോന്നും. അപ്പോൾ അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ പിള്ളേരും ഞങ്ങളും എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് ഞാനും അവളും കൂടിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പഴയ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ശരിക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ 5 സ്റ്റാറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സന്തോഷം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. നാളെ രാവിലെ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ രാത്രിത്തേക്ക് ബീട്രൂട്ട് തോരനും അപ്പോൾ ചിക്കനൊക്കെ കറി വെക്കുകയാണ്. അപ്പോൾ അമ്മച്ചി അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഞങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി അപ്പയും അതുപോലെ തന്നെ ജിൻചാട്ടനും അനിയനും ഒക്കെ കൂടിയിട്ട് മുകളിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കൂടെ അപ്പൂസും ഐനൂസും അതുപോലെ തന്നെ ഏവും ഒക്കെ കൂട്ടിയിട്ട് ഇവരുടെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങൾ താഴെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഓരോ ജോലികളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഉച്ചക്കത്തെ ആ ഒരു ബോട്ടിക്കറിയും കുറച്ചുണ്ട് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 7 മണിയായപ്പോൾ തന്നെ നമ്മുടെ നെട്ടൂരിൽ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം അപ്പൂസിന് കാറ്റീസം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും അവൻ പോയിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് റെഡിയായിട്ട് വേണം അപ്പൂനെ കാറ്റീസത്തിന് വിടാനായിട്ട്. അപ്പം ഞങ്ങൾ ഈവനിങ്ങിലാണ് ഹോളി മാസിന് പോണത്. അപ്പോൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടനൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി വാങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ
വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കുമല്ലോ, നമ്മുടെ ചുറ്റും ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ പപ്പായ മരത്തിൽ ഒരു അടിപൊളി പപ്പായ പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് ഭയങ്കര സന്തോഷമായി ഓടിപ്പോയിട്ട് അതിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.